ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ആ ഒരു മുട്ടയുടെ മിക്സിനനുസരിച്ചിട്ട് കുറച്ച് മൈദയുടെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ബേക്കിംഗ് സോഡ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസിനല്ല, എന്നാൽ ഒരുപാട് തിക്കിനുമല്ല നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപഴമാണ്, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാലിപ്പൂവനോ പൂവനോ റോബസ്റ്റയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ചേർക്കണം, അരച്ചിട്ടൊന്നും അല്ല കേട്ടോ ചേർക്കണേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് ഗീ ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കാം കേട്ടോ അതിൻ്റെ ചുറ്റിനും. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. നല്ല അടി കട്ടിയുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഗീ 2 ടേബിൾ സ്പൂൺ അതിലധികമോ ചേർക്കാം, കാരണം അടി പിടിക്കാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ആണെങ്കിലും വെച്ച് കൊടുത്തേച്ചാൽ നമുക്ക് അടി പിടിക്കാതെ